അയാൾ പറഞ്ഞത് ഇസ്ലാമികപരമായ ഒരു ഇസ്ലാമിക സംഘടന, മുജാഹിദിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സംഘടന എന്നുള്ള രീതിയിൽ ഇസ്ലാമികപരമായി മുസ്ലിങ്ങളുടെ പ്രകാരം അത് തെറ്റാണ്. ഇനി ഇതിലല്ല, ഇവിടെ ഇപ്പോൾ വിഷയം അതല്ല. നിങ്ങൾ അറിയണം ഇവരാരാണെന്ന് അറിയണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ. ഇവിടെ ഇവർ പറഞ്ഞല്ലോ നമ്മൾ ലഹരിക്കാണ് എതിരെയാണ് ഇവിടെ പരിപാടി. ലഹരിക്കെതിരെ മാത്രം പരിപാടി ഒന്നല്ല ഇവിടെ. ഇവരെ നിങ്ങൾക്ക് അറിയണം. ആരാണ് ഇവർ? ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നവർ ആരാണ്? എന്താണ് അവരുടെ ആദർശം? എന്താണ് അവരുടെ ആശയം? എന്തിനാണ് അവർ ഉണ്ടാക്കിയത്? ഈ സംഘടന ഉണ്ടാക്കിയത് എന്തിനാണെന്ന് അറിയാം. പിശാചിനെ ആരാധിക്കുന്ന, പിശാചിന് വേണ്ടി സംസാരിക്കുന്ന, പിശാചുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമായി ഇവരെ പറയപ്പെടാം. അങ്ങനെ അവർ ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് അവർ പറയപ്പെടാം ഇസ്ലാമിൻ്റെ നിയമപ്രകാരം. അങ്ങനത്തെ ഒരു വിഭാഗമാണത്. ഇത് വെറുതെ ആരോപിക്കുന്നതല്ല കേട്ടോ, ഇത് ആരോപിക്കുന്നതല്ല. അവർ പിശാചുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അവർ എന്ന വിധി അവരെ പറ്റി പറയാം. അവർ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ അങ്ങനെ വിധി പറയാൻ പറ്റുന്ന വിശ്വാസം അവരിലുണ്ട്. കാരണം ഒരു വിശ്വാസമാണ് വിധി പറയാ, കർമ്മമല്ല. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ആരാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ? ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ അതിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. ഇവരാരാണ്? വിസ്ഡം ആരാണ്? ഇവർ? ഇസ്ലാമിൽ ഇവർക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഇവർക്ക് എന്ത് ഇസ്ലാമികമാണുള്ളത്? എന്താണ് ഇവരുടെ നാട്ടിലെ നന്മ? നമുക്കിവിടെ പരിചയപ്പെടാം. ഇവരാരായിരുന്നു എന്നറിയോ? ഇവര് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗമായിരുന്നു ഇവർ തെറ്റിപ്പോരാനുണ്ടായ ഒരു കേരള നദ്വത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഇവർ തെറ്റിപ്പോകാൻ ഒരു കാരണമുണ്ടായി. അതെന്താണ് നമ്മൾ അറിയണം. അതാണ് ഇവരൊന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ മഹാബദ്ധം, ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, അതിനടിമകളാക്കുന്നതിനേക്കാളും വലിയ മഹാപരാധത്തിലാണ് ഇവർ. പിശാചുക്കളെ ഭയപ്പെട്ടുകൊണ്ട് പിശാച് അസുഖങ്ങളും അപകടങ്ങളും വരുത്തുമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളാണ്. അതിനടിച്ചിറക്കുകയും അതിനുവേണ്ടി ക്ലിനിക്കുകളും മറ്റു രീതിയിലുള്ള ചികിത്സാ മുറകളൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഇവിടെ. പക്ഷേ ഇവർ കേരളത്തിൽ അത് നടത്താൻ അവർക്ക് ധൈര്യം വന്നിട്ടില്ല. ഇപ്പോഴും ഒരുപാട് സ്വകാര്യമായി അവർ നടത്തുന്നുണ്ട്. അവർ നടത്തിയ ആളുകൾ ആ വീഡിയോകളിലൊക്കെ അവരത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. ഇനി ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണ പരിപാടി നടത്തിയ ആളുകൾ എന്നറിയോ? തികഞ്ഞ അന്ധവിശ്വാസികൾ, പിശാചിനെ ആരാധിക്കുന്നവരെന്ന് പറയപ്പെടാവുന്ന ആളുകൾ. അത്രയും. ഇവരുടെ വാദം എന്താണെന്നറിയോ നിങ്ങൾ? ഇത് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ലെറ്റർ പേഡാണ്. ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി, ഒരു തർക്കമുണ്ടായി. മുജാഹിദ് അങ്ങനെയാണ് ഇവരൊരു വിഭാഗമായി മാറുന്നത്. എന്തായിരുന്നു തർക്കമെന്നറിയോ? ഈ ജിന്ന് പിശാചുക്കളോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ അത് ശിർക്കാണോ വെച്ചാൽ ഇസ്ലാമിലെ ഒരു നിയമമാണ് പറയുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ദൈവം അള്ളാഹു പൊറുക്കാത്തൊരു കുറ്റമാണ് എന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ, ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇത് മറ്റുള്ള മതക്കാരുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ, അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്നറിയാം? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട്, ജിന്നു പിശാചുക്കൾ എന്ന വർഗത്തോട് സഹായം, അതിൽ കഴിവിൽപ്പെട്ടതോ കഴിവിൽപ്പെടാത്തതോ ആയ സഹായം തേടുന്നത് ശിർക്കും ഹറാമുമാണ്. ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റമാണ്, അത് പാടില്ലാത്തതാണ് എന്ന് ഈ കേരള നദ്വത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന ഒറിജിനൽ മുജാഹിദ് സംഘടന ഈ അവരുടെ ലെറ്റർ പേഡിൽ കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പണ്ഡിത സഭയിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ലെറ്റർ ഇറങ്ങി. ഇത് വിസ്ഡം അംഗീകരിച്ചില്ല. അവരിതിനെതിരെ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ജിന്നു പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും ശിർക്കല്ല. ശിർക്കാകുന്നതുണ്ട്, എങ്കിൽ ശിർക്കല്ലാത്തതുമുണ്ട്. അങ്ങനെ എല്ലാം ഹറാമാണ് എന്ന് വെച്ചാൽ ഇസ്ലാം എന്ന മതത്തിൽ ഒരിക്കലും ദൈവം തമ്പുരാൻ പൊറുക്കാത്ത ബഹുദൈവാരാധന ജിന്നു പിശാചുക്കളോട് തേടുന്നതിൽ എല്ലാം അങ്ങനെ ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. ശിർക്കാകുന്നതുണ്ട്, ആകാത്തതുണ്ട്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താണ്? ഒരു ശബ്ദം നമ്മളെവിടെയെങ്കിലും ഒരു വിജനപ്രദേശത്തോ മരുഭൂമിയിലോ ഏതെങ്കിലും ഒരു കഷ്ടപ്പാടിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അകപ്പെടുമല്ലോ. അങ്ങനെ അകപ്പെടുമ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്ന് പിശാച് ഉണ്ടെന്ന് കരുതി, ഒരു ജിന്നുണ്ടെന്ന് കരുതി, ആ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട സഹായം, അവരോട് സഹായം തേടണമെന്ന് അവർ പറയുന്നില്ല. ഇനിയിപ്പോൾ ഒരാളങ്ങനെ തേടിയാൽ മരിക്കാൻ പോകുമ്പോൾ പിന്നെ തേടുമല്ലോ. ഒരു പുൽക്കൊടി കിട്ടിയാൽ പോലും നമ്മളത് ഉപയോഗപ്പെടുത്തുമല്ലോ നമ്മുടെ ജീവൻ രക്ഷിക്കുമ്പോൾ. അങ്ങനെ ഒരാൾ അതിൻ്റെ കഴിവിൽപ്പെട്ടതാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകാമെന്നൊക്കെ ഊഹിച്ചുകൊണ്ട് ആ ജിന്നു പിശാചുക്കളോട് സഹായം തേടിയാൽ അത് തെറ്റല്ല, അത് ശിർക്കാണ്. അള്ളാഹു പൊറുക്കാത്ത, ഇസ്ലാമിലെ നിയമപ്രകാരമാണ്, പൊറുക്കാത്ത പാപമാണെന്ന് പറയാൻ പറ്റൂല. അത് പൊറുക്കാത്ത പാപമല്ല. എന്നാൽ അതേ പിശാചിനോട്, ജിന്നു പിശാചുക്കളോട് അല്ലെങ്കിൽ ജിന്നുകളോട് നമ്മൾ നമ്മുടെ പാപം പുറത്തു തരണമേ, നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഞങ്ങൾക്കൊരു കുട്ടിയെ നൽകണമേ, ഞങ്ങൾക്ക് കുട്ടികളില്ല, അതൊക്കെ പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. എങ്കിൽ നമ്മളൊരു മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് മനുഷ്യനാൽ ചെയ്യുന്ന കഴിവുകളുണ്ടല്ലോ, അതൊക്കെ പിശാചുക്കളോട്, ജിന്നുകൾ എന്ന് പറയുന്ന ജിന്നു പിശാചോട് ഉണ്ടാകാന്നുള്ള ജിന്നുകളോട് തേടിയാൽ അതെന്തല്ല, ശിർക്കല്ല, അത് തെറ്റല്ല എന്ന് പറയുന്ന, അങ്ങനെ
അടിത്തറയിൽ വാർത്തെടുത്തൊരു സംഘടനയാണിത്. ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് പിന്നെ ഈ അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ നമുക്ക്, അതൊക്കെ പിശാച് വരുന്നത്. ഇപ്പൊ ഈ കോഴിമുട്ട, ഈ മാരണം, കൂടോത്ര പരിപാടി ഉണ്ടല്ലോ, ഈ കൂടോത്ര പരിപാടി ചെയ്ത് പിശാചുക്കൾ ആരാധിച്ച പിശാചുക്കൾ വന്നിട്ട് അതിന് ഈ ജോത്സ്യന്, മാരണപ്പണിക്കാരന് പിശാച് എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുത്ത് വേറെ ആളെ ശാരീരികമായി പിശാച് ഉപദ്രവിക്കുന്നു വിശ്വസിക്കുന്ന അനിസ്ലാമിക വിശ്വാസമുള്ള അന്ധവിശ്വാസികളാണിവർ. അതിനവർ